ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. നിങ്ങൾക്ക് UGC നെറ്റിൻ്റെ ഡിസംബറിലേക്കുള്ള എക്സാമിൻ്റെ പഠനം നിങ്ങൾ തുടങ്ങിയോ? അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് 2 integers ഈസ് 10 and sum of their reciprocals is 5/12. Then find the integers. എന്താണ്? 2 integers-ന്റെ സം തന്നിട്ടുണ്ട് 10 ആണെന്നും അവരുടെ റെസിപ്രോക്കലിന്റെ സം തന്നിട്ടുണ്ട് 5/12 ആണെന്നും, അങ്ങനെയാണെങ്കിൽ ആ ഇൻഡിജേഴ്സ് ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ ആദ്യം നമ്മൾ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയുക. നോക്കിയേ, 2 ഇൻഡിജേഴ്സ്. സോ എക്സ് വൈ അല്ലേ, എക്സ് പ്ലസ് വൈ 10 ആണെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ, അവരുടെ റെസിപ്രോക്കൽ എടുക്കുക അല്ലെ. അതായത് ഇപ്പൊ എക്സിന്റെ ഇൻവേഴ്സ് എടുക്കുക 1/x അല്ലെ. അതേപോലെ വൈയുടെ റെസിപ്രോക്കൽ 1/y. ആ റെസിപ്രോക്കൽസിന്റെ സമ്മ് 5/12 ആണെന്ന്. അങ്ങനെ നമുക്ക് എക്സിലും വൈയിലും 2 ഇക്വേഷൻ കിട്ടി അല്ലെ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സും വൈയും കിട്ടും. പക്ഷേ നമ്മൾ ഇതിങ്ങോട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് സ്റ്റെപ്പിന്റെ ഒന്നും കാര്യമില്ല അല്ലെ, നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് നോക്കിയാൽ മതി. പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതായത് ഇപ്പൊ ഇവിടെ y ആകും, ഇത് പ്ലസ് എക്സ് ആകും, ബൈ എക്സ് വൈ ഈക്വൽ ടു 5/12. ഇനി എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് നമുക്ക് 10 ഇടാം. സോ 10/xy ഈക്വൽ ടു 5/12 അല്ലെ. ഇവിടെ കട്ട് ചെയ്യാം 2i, ദാറ്റ് ഈസ് xy ഈക്വൽ ടു 24. ഇപ്പൊ 2 ഇക്വേഷനായി, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10ഉം xy ഈക്വൽ ടു 24ഉം അല്ലെ. വൈയുടെ സ്ഥാനത്ത് വേണമെങ്കിൽ നമുക്ക് 24/x കൊണ്ടിട്ടാൽ ഇത് സോൾവ് ചെയ്ത് ആൻസർ കിട്ടും. പക്ഷേ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് വേഗത്തിൽ നമുക്ക് ഈ ആൻസർ എത്തണം. നിങ്ങളൊന്ന് നോക്കി, നമുക്ക് 2 കാര്യങ്ങൾ അറിയാം. എക്സ് പ്ലസ് വൈ എന്താണ് 10 ആണെന്നും 1/x പ്ലസ് 1/y എന്ന് പറയുന്നത് 5/12 ആണെന്നും നമുക്കറിയാം. ഫസ്റ്റ് ഓപ്ഷൻ 7ഉം 4ഉം എടുത്തേ. 7ഉം 4ഉം ആഡ് ചെയ്താൽ 10 കിട്ടുമോ? ഇല്ല, അപ്പൊ ഇതല്ല. ഇനി 9ഉം 3ഉം എടുത്തേ. 9ഉം 3ഉം ആഡ് ചെയ്താൽ 10 കിട്ടുമോ? ഇല്ല, അപ്പൊ ഇതും അല്ല. ഇനി സിയും ഡിയും നോക്കിയേ, ആഡ് ചെയ്താൽ കിട്ടുമോ? സി കിട്ടാൻ ചാൻസ് ഉണ്ട്, ഡിയും ഉണ്ട്. അപ്പൊ ഇനി അടുത്ത ഏതാ നോക്കേണ്ടത്? ഇനി ഇതിനകത്തിട്ട് നോക്കുക അല്ലെ. ഈ വാല്യൂസ് ഒന്നീ 8-2 അല്ലെങ്കിൽ 6-4 ആണ് നമുക്ക് മനസ്സിലായി. എക്സിന്റെ സ്ഥാനത്ത് 8ഉം വൈയുടെ സ്ഥാനത്ത് 2 ഇട്ട് ഇത് ചെയ്ത് നോക്കുക, ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പൊ ഇത് കിട്ടിയാൽ സി കറക്റ്റ് അല്ലെ, ഇനി കിട്ടിയില്ലെങ്കിൽ സി തെറ്റ്, ഡി കറക്റ്റ്. ക്ലിയർ ആണോ? ചെയ്ത് നോക്കിയേ. 1/8 പ്ലസ് 1/2 അല്ലെ, ദറ്റ് ഈസ് 2 + 8 10/16 എന്ന് വരും അല്ലെ. 10/16 കിട്ടുമോ? കട്ട് ചെയ്താൽ എന്ത് വരും? 5/8. അപ്പൊ ഇത് വരുമോ? അപ്പൊ ഇത് തെറ്റ്. അടുത്തത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട തന്നെ ആവശ്യമില്ല, അതായിരിക്കും ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ക്ലിയർ ആണോ? വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോ. 1/6 പ്ലസ് 1/4 അല്ലെ. ക്രോസ് ചെയ്താൽ എന്ത് വരും? 4 + 6 10/24. 2 വെച്ച് കട്ട് ചെയ്താൽ 5/12. ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി 6/4. ഇങ്ങനെ ചെയ്താലും കിട്ടും. പക്ഷെ നമ്മൾ എളുപ്പമാർഗത്തിലൂടെ ചെയ്യുക. നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ ആദ്യം ചെയ്യുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കരൺ വാസ് ബോൺ 3 years after his parents' marriage. His father is 6 years older than his mother, but 26 years older than Karan, who is 12 years of age as on today. At what age did his mother get married? കരൺ 3 വർഷം അവരുടെ പേരൻസിന്റെ മാരേജിന് 3 വർഷം മുന്നെയാണ് കരൺ ജനിച്ചത്. അതേപോലെ ഹിസ് ഫാദർ എന്ന് പറഞ്ഞാൽ 6 years older than his mother. മദറിനെ കാട്ടിൽ 6 വയസ്സ് കൂടുതലാണ്. ബട്ട് 26, ആരെ പറ്റിയാ പറയുന്നത് ശ്രദ്ധിച്ചോണം? ഫാദറിനെ പറ്റിയാ പറയുന്നത്. ഫാദർ ഈസ് 26 years older than Karan, who is 12 years of age. Then at what age did his mother get married എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 3 പേരുണ്ട് അല്ലെ. ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യനകത്ത് വരുന്നതാണ്. കരൺ, അതേപോലെ കരന്റെ ഫാദറിനെ പറ്റി പറയുന്നുണ്ട്, ദെൻ കരന്റെ മദറിനെ പറ്റിയും പറയുന്നുണ്ട്. ഇനി കരന്റെ പ്രസന്റ് ഏജ് അറിയാവോ? നമുക്ക് എപ്പോഴും പ്രസന്റ് ഏജ് വെച്ച് നമ്മൾ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. പ്രസന്റ് ഏജ് എന്താ പറഞ്ഞേക്കുന്നത്? കരണ്ട് പ്രസന്റ് ഏജ് 12 years ആണ് അല്ലെ. 12 years of age as on today. അപ്പൊ 12 ആണ്. ഇനി കരണ്ടത് വെച്ചിട്ട് ഫാദറിന്റെ എത്ര പറഞ്ഞത്? 26 years older than കരൺ. കരണിനെ കാട്ടില് 26 years older ആണ് അല്ലെ. എന്ത് വരും? 38. ക്ലിയർ ആണോ? ഫാദറിന്റെ ഏജ് കിട്ടി. പിന്നെ പറയുന്നത് എന്താ? ഫാദർ ഈസ് 6 years older than ഹിസ് മദർ. ഫാദർ മദറിനെ കാട്ടില് 6 years older ആണ്. അപ്പൊ ഫാദറിന്റെ ഏജ് ഉണ്ട്, അപ്പൊ മദറിന്റെ ഏജിന് 6 years നമ്മൾ കുറയ്ക്കണം അല്ലെ. എങ്ങറാണ് 38 - 6 32.
ഓക്കെ, അപ്പൊ പ്രസന്റില് അറ്റ് പ്രസന്റ് മദറിന്റെ ഏജ് നമുക്ക് എന്ത് കിട്ടി? 32 ഇയേഴ്സ് കിട്ടി. ഓക്കെ, ഇനി ചോദിക്കുന്നത് എന്താണ്? എപ്പോഴാണ് അമ്മ കല്യാണം കഴിച്ച ആ ഒരു പ്രായമാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, ഇപ്പം 32 ഇയേഴ്സ് അല്ലെ. എത്ര വർഷങ്ങൾക്ക് മുന്നേ കരൺ ജനിച്ചത്? കരൺ ഇപ്പം 12 വയസ്സുണ്ട്. ദാറ്റ് മീൻസ് കരൺ ജനിക്കുന്നത് 12 ഇയേഴ്സ് ആഗോ അല്ലെ. 12 വർഷങ്ങൾക്ക് മുന്നെയാണ് കരൺ ജനിച്ചത്. ഇനി കരൺ ജനിക്കുന്നതും അവരുടെ മാരേജും തമ്മിൽ എങ്ങനെയാ പറയുന്നത്? മാരേജ് കഴിഞ്ഞ് 3 വർഷങ്ങൾക്ക് ശേഷമാണ് കരൺ ജനിക്കുന്നത് അല്ലെ. അപ്പൊ മാരേജ് കഴിഞ്ഞ് 3 വർഷങ്ങൾക്ക് ശേഷം, അപ്പൊ എത്ര വർഷത്തിന് മുന്നേ ആ കല്യാണം കഴിച്ചത് നമുക്ക് പറഞ്ഞുകൂടായോ? എത്ര? 12 + 3 15 ഇയേഴ്സ് എഗോ. ക്ലിയർ ആണോ? സോ 32 - 15. ഓക്കെ അല്ലേ? 17 ഇയേഴ്സിലാണ് അമ്മ കല്യാണം കഴിക്കുന്നത് അല്ലെ. ഓപ്ഷൻ സി. ക്ലിയർ ആണോ? അപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ നോക്കുക. എപ്പോഴും പ്രസന്റിലെ ഒരു ഏജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എല്ലായിടും. അത് ഇവിടെ നിന്നല്ല, ഏജിന്റെ ക്വസ്റ്റ്യനിലെല്ലാം നമുക്ക് പ്രസന്റിലെ ഏജ് നമുക്ക് കിട്ടണം. ഓക്കെ, എന്നാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ടൽ മന്ത്ലി സാലറി ഓഫ് എ കപ്പിൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഈസ് 2 lakh. Their salaries are in the ratio 5:3. If the husband and wife spend 40% and 20% of their salaries respectively, what is the ratio of their savings? അതായത് ഒരു കപ്പിൾ, ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ടോട്ടൽ സാലറി എന്ന് പറഞ്ഞാൽ 2 lakh ആണ് അല്ലെ. ഹസ്ബൻഡിന്റെയും കൂടെ വൈഫിനും കൂടെ ചേർത്ത് 2 lakh ആണ്. ദെൻ അവരുടെ സാലറീസിന്റെ റേഷ്യോ 5:3 ആണ്. അതായത് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും സാലറി എന്താണ്? 5:3. നമുക്ക് പറയാം ഹസ്ബൻഡിൻ്റെത് 5 യൂണിറ്റ് ആണ്, വൈഫിൻ്റെത് 3 യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 5x ആണ്, 3x ആണ് അല്ലെ. ദെൻ ഇഫ് ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ സ്പെൻഡ് ചെയ്യുന്ന പറയുന്നുണ്ട്, വാട്ട് ഇസ് ദ റേഷ്യോ? അവരുടെ സേവിങ്സ് ആണ് വേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇവരുടെ 2 lakh ആണ്. അപ്പൊ ഹസ്ബൻഡിന്റെ സാലറി എന്താണ്, വൈഫിന്റെ സാലറി എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. പക്ഷെ നമ്മൾ അതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യം ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. ഓക്കെ, കണ്ടുപിടിക്കാം. എന്നിട്ട് എത്ര സ്പെൻഡ് ചെയ്യുന്നു, ബാക്കി എത്ര സേവ് ചെയ്യുന്നു നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. പെർസെന്റേജിലാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, ഹസ്ബൻഡ് 40% സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എപ്പോഴും പറയും ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100% അല്ലെ. ടോട്ടൽ സാലറി 100%. 40% സ്പെൻഡ് ചെയ്താൽ എത്ര ആയിരിക്കും സേവ് ചെയ്യുന്നത്? 100 - 40 അല്ലെ. അപ്പൊ ഹസ്ബൻഡിന്റെ സേവിങ്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 60% ഓഫ് അയാളുടെ സാലറി അല്ലെ. സാലറി നമുക്ക് 5 യൂണിറ്റ് എടുത്താൽ പോലെ, നമുക്ക് റേഷ്യോ മതി അല്ലെ. 5x എന്നോ അല്ലെങ്കിൽ 5 എന്നോ എടുത്താൽ മതി. ഇനി വൈഫിന്റെ സേവിങ്സ് എന്താ നോക്കിയേ, വൈഫ് 20% ആണ് സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വൈഫിന്റെ സേവിങ്സ് എത്ര ആയിരിക്കും? 80% അല്ലെ. അപ്പൊ 80% ഓഫ് 3 യൂണിറ്റ്സ്. ഇപ്പൊ നമ്മൾ ഇവിടെ യഥാർത്ഥ സാലറി രണ്ടുപേരുടെ എഴുതിയാലും അത് കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു റേഷ്യോയിൽ തന്നെയല്ലേ വരുന്നത്. അതുകൊണ്ട് അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? 5x 3x ആണ്, എക്സും കട്ടായിപ്പോ, അല്ലെങ്കിൽ 5 യൂണിറ്റ്സ് 3 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആണ്? ഇനി ഇത് സോൾവ് ചെയ്യാമല്ലോ. ഇനി ഈ ഒരു വാല്യൂ ആയിട്ട് കണ്ടുപിടിച്ചിട്ട് വീണ്ടും എടുക്കേണ്ട കാര്യമില്ല. പെർസെന്റേജ് ഒക്കെയാണ്, നമുക്കിതെല്ലാം കട്ടൊക്കെ ചെയ്ത് കളയല്ലേ. ഈ പെർസെന്റേജും കട്ട് ചെയ്യാം, ഈ 0 കട്ട് ചെയ്യാം. ഇനിയും കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്തേ. ഈ 3ഉം 6ഉം കൂടെ കട്ട് ചെയ്ത് ഇവിടെ 2 ആയി, ഈ 2 ഈ 8 കൂടെ കട്ട് ചെയ്തു 4 ആയി. സോ ഫൈനൽ എന്തുകൊണ്ട്? 5ഉം 4ഉം അല്ലെ. ദാറ്റ് ഈസ് 5:4 ആണ് അവരുടെ സേവിങ്സിന്റെ റേഷ്യോ. ക്ലിയർ ആണോ? ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ സെല്ലിംഗ് ബൊക്കറ്റ്സ് ഫോർ ₹690, a florist gains 15%. At what price should he sell the bouquet to gain 25% on the cost price? എന്താണ്? ഒരു ബൊക്കറ്റ് 690 റുപ്പീസിന് വിറ്റാൽ ആ കച്ചവടക്കാരന് എന്താ 15% ഗെയിൻ കിട്ടും. ഇനി എത്ര രൂപയ്ക്ക് വിറ്റാലാണ് 25% ഗെയിൻ കോസ്റ്റ് പ്രൈസിന്മേൽ 25% ഗെയിൻ കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളൊരു ടോപ്പിക് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിങ്ങൾ നിങ്ങൾ ഇക്വേഷൻസ്, ഓക്കെ, ഇക്വേഷൻസ് അല്ലാതെ നമുക്ക് പെർസെൻറ്റേജ് വെച്ച് വളരെ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. പ്രോഫിറ്റ് ആൻഡ് ലോസിലെ കോസ്റ്റ് പ്രൈസ് ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, അതേപോലെ പ്രോഫിറ്റ് ഉണ്ട്, ലോസ് ഉണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങളുള്ളത്. എന്താണ്? കോസ്റ്റ് പ്രൈസ് ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ട്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയേക്കുക, കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഒറിജിനൽ അല്ലെങ്കിൽ ആക്ച്വൽ നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും 100% ആണ്. അപ്പം നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് 100% ആണ്. ഓക്കെ, ഇനി സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് പറയേണ്ടത് അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കിയിട്ട് പറയുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. എന്താണ്? കോസ്റ്റ് പ്രൈസ് എപ്പോഴും 100% ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി സെല്ലിംഗ് പ്രൈസ് പറയേണ്ടത് ഇഫ്
പ്രോഫിറ്റ് 10% ആണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 110% എന്ന് പറയാം. അതായത് 100 പ്ലസ് ദാറ്റ് 10 അല്ലെ, 100ന്റെ കൂടെ 10% കൂടെ കൂടുന്നു, 110%. ക്ലിയർ ആണോ? പ്രോഫിറ്റ് 10% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 110% എന്ന് പറയുക. ഇനി പ്രോഫിറ്റ് 20% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ പെർസെന്റേജ് എന്താ പറയേണ്ടത്? 120%. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? 25% ആണെങ്കിൽ 125%. ഇനി ഇതേപോലെ തന്നെ ലോസ് ആണെങ്കിലോ, ലോസ് ഓഫ് 10% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ പെർസെന്റേജ് നമ്മൾ എങ്ങനെ പറയണം? 100 മൈനസ് 10. ഓക്കെ, ലോസ് ആണ്, നഷ്ടമാണ് അല്ലെ. 100 മൈനസ് 10 90%. ഇനി ലോസ് ഓഫ് 25% നഷ്ടമാണെങ്കിലോ എങ്ങനെ പറയാം? 100 25 കുറയ്ക്കുക അല്ലെ, 75%. ക്ലിയർ ആണോ? അപ്പം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കിയിട്ട് വേണം സെല്ലിംഗ് പ്രൈസിന്റെ പെർസെന്റേജ്, അതായത് 100 പ്ലസ് പി ഓർ 100 മൈനസ് എൽ പെർസെന്റേജ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയണം. ക്ലിയർ ആണോ? അപ്പൊ കോസ്റ്റ് പ്രൈസ് ആണ് ചോദിക്കുന്നെങ്കിൽ അത് 100%. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടുത്തെ പ്രോഫിറ്റ് ഏതാണ് ലോസ് ഏതാണോ നോക്കുക. മനസ്സിലായോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? 690 റുപ്പീസിന് വിൽക്കുമ്പോൾ അല്ലെ, സെല്ലിംഗ് പ്രൈസ് ആ പറഞ്ഞത്, ഗെയിൻ ചെയ്യുന്ന എത്രയാണ്? 15%. അപ്പൊ ഇവിടെ സെല്ലിംഗ് പ്രൈസ് ഉണ്ട് 690, ഗെയിൻ തന്നിട്ടുണ്ട്, അതായത് ഗെയിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്. ഓക്കെ, ഗെയിൻ ഓർ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, എത്രയാണ്? 15%. ഇത്രയും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. ആ കോസ്റ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ, അതായത് കോസ്റ്റ് പ്രൈസ്, ഈ ഒരു സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് എപ്പോഴും സെയിം അല്ലേ. പിന്നെ വേറൊരു കാര്യം, കോസ്റ്റ് പ്രൈസ് അപ്പൊ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, എക്സ് എന്ന് വിചാരിച്ചോ, നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതേ സാധനം തന്നെ 25% ഗെയിനിന് വിൽക്കാൻ, അതായത് ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25% ആണെങ്കിൽ അവിടെ ഉള്ള സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒരു രീതി ഇതാണ്. നിങ്ങൾക്ക് ഈ 2 സ്റ്റെപ്പിലായിട്ട് ചെയ്യാം. പക്ഷെ ഈ പെർസെന്റേജ് വെച്ച് ചെയ്യുവാണെങ്കിൽ ഈ 2 സ്റ്റെപ്പിൽ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ശ്രദ്ധിക്കുക, ഇവിടെ സെല്ലിംഗ് പ്രൈസ് 690 അല്ലെ, പ്രോഫിറ്റ് 15% എങ്കിൽ ആ സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം എന്ന് പറഞ്ഞേ, ഗെയിൻ ആണോ പ്രോഫിറ്റ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം പറയേണ്ടത്. 15% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം എത്ര ആയിരിക്കും? 115% അല്ലെ. അപ്പൊ 115% ആണ് എന്ത്? 690 അല്ലെ. ഇനിയും ചോദിക്കുന്നത് എന്താണ്? 25% ഗെയിൻ കിട്ടാനുള്ള സെല്ലിംഗ് പ്രൈസ് അറിയേണ്ടത് അല്ലെ. അപ്പൊ 25% ഗെയിൻ ആണെങ്കിൽ ആ സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം എങ്ങനെയാന്ന് പറഞ്ഞേ. 25% ഗെയിൻ ആണെങ്കിൽ 125%. 125%. ക്ലിയർ ആണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതായത് 115% 690 ആണെങ്കിൽ 125% എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? എന്താ? 115% 690 ആണെങ്കിൽ 125% എത്രയാണ്? ഇത് കണ്ടുപിടിച്ചാൽ മതി. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇത് ചെയ്യാനുള്ള എളുപ്പം, അതായത് നിങ്ങൾക്ക് ഇത് 2 രീതിയിൽ ചെയ്യാം. എന്താ? നമ്മളിപ്പം പേനയുടെ ഒക്കെ വില പറഞ്ഞില്ല. അതായത് 5 പേനയ്ക്ക് 50 രൂപയാണെങ്കിൽ 7 പേനയ്ക്ക് എത്ര രൂപയാണ്? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ പറയും ഒരു പേനയുടെ വില 50/5, 7 പേനയുടെ വില × 7 എന്ന് പറയും അല്ലെ. ഓക്കെ, ആ രീതിയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കിയേ, ഇതേപോലെ. അതായത് നമ്മൾ അങ്ങനെ എഴുതുന്ന നോക്കി, ഒരു പേനയുടെ വില 50/5 × 7 പേന എന്ന് പറഞ്ഞാൽ × 7 അല്ലെ. ഇങ്ങനെ എഴുതിയത് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം, 50 × 7/5 അല്ലെ. ഇങ്ങനെ ഒന്ന് ക്രോസ് ആക്കി കഴിഞ്ഞാൽ 2 എണ്ണം ഉള്ളത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, 50 × 7/5. ക്ലിയർ ആണോ? അതായത് നമുക്കിപ്പോ ഇവിടെ ഒരു 50 വേണം, ഞാനൊരു 6 എന്ന് എഴുതുന്നേ. 6 6 പേനയ്ക്ക് 50 രൂപയായിരുന്നു, 7 പേനയ്ക്ക് എത്ര ആണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതും? 50 × 7/6. ക്ലിയർ ആണോ? 50 × 7/6 ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. അതായത് ഒരു പേനയുടെ വില ഇവിടെ ഉണ്ട്, 50/6 × 7 തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്പം 5 പേനയ്ക്ക് 50 രൂപ, 7 പേനയ്ക്ക് എത്ര ആണ്? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നിങ്ങൾ ഇവിടെ ഈ ഒരു ഡയറക്റ്റ് ഒരു റിലേഷൻ ഉണ്ടോ നോക്കുക. 5 എങ്ങനെ 50 ആവുന്നത്? അങ്ങനെ നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും. അങ്ങനെ ഒരു റിലേഷൻ ഇല്ലാത്ത സ്ഥിതിക്കാണ്, അതായത് നമ്മൾ ആൻസർ പോയിന്റ് ഒക്കെ വരുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി, 50 × 7/5 എന്നുള്ള രീതി ചെയ്തോളുക. 5 എങ്ങനെ 50 ആവുന്നതെന്നൊന്ന് ആലോചിച്ച്, × 10 അല്ലെ. സോ × 10. അപ്പൊ ഇതേപോലെ തന്നെ ഇവിടെയും ചെയ്യുക, 70.
മനസ്സിലായോ? അതേപോലെ ഈ ഒരു രീതി ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും നമുക്ക് ചെയ്യാം. 115% 690 ആണെങ്കിൽ 125% എത്ര ആണ്? ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു ഡയറക്റ്റ് റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. 115നെ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 690 വരുമോ എന്ന് നോക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്ത് വരാം? 5 ഇൻറ്റു ഇവിടെ 0 വരണമെങ്കിൽ ഒന്ന് 2 ആയിരിക്കണം, 4 ആയിരിക്കണം, 6 ആയിരിക്കണം, അതായത് ഈവൻ നമ്പർ ആയിരിക്കണം. ഇനി ഈ അറ്റത്ത് 6 വരണമെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. 115 ഇൻറ്റു 6 ഒന്ന് ചെയ്ത് നോക്കിയേ. എത്ര വരുന്നത്? 690 അല്ലേ? അപ്പോൾ 115 ഇൻറ്റു 6 ആണ് 690 എങ്കിൽ 125 ഇൻറ്റു 6 ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? സോ 125 ഇൻറ്റു 6 30, 15, 750 അല്ലേ? റുപ്പീസ് 750 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അതായത് 25% ഗെയിൻ കിട്ടാനുള്ള സെല്ലിംഗ് പ്രൈസ്. ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു റിലേഷൻ കിട്ടിയില്ലെന്ന് വെച്ചോ, ഇൻറ്റു 6 ചെയ്യുമ്പോഴാണ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ 690 ഇൻറ്റു 125/150 ഇങ്ങനെ എഴുതിക്കൊള്ളുക. മനസ്സിലായി? ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ 5 വെച്ചൊക്കെ ഇവിടെ കട്ട് ചെയ്ത് ബാക്കിയുള്ളത് സൊല്യൂഷൻ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 750 ആൻസർ കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഓപ്ഷൻ ബി 750. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് 2 numbers 40% of greater number is equal to 60% of the smaller. If the sum of numbers is 150, then the greater number is. 2 നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം ഗ്രേറ്റർ ഒരെണ്ണം സ്മോളർ. ഓക്കെ, ഒരു ഗ്രേറ്റർ നമ്പർ ഉണ്ട്, ഒരു സ്മോളർ നമ്പർ ഉണ്ട്. ഗ്രേറ്റർ നമ്പറിന്റെ 40% എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? സ്മോളർ നമ്പറിന്റെ 60% ഈക്വൽ ആണെന്ന് പറയുന്നു. ദെൻ ആ 2 നമ്പേഴ്സും കൂടെ കൂട്ടിയാൽ 150 എന്ന് പറയുന്നു. എങ്കിൽ ഗ്രേറ്റർ നമ്പർ കണ്ടുപിടിക്കാം. നമുക്ക് എഴുതാം. ഗ്രേറ്റർ നമ്പറിനെ ഞാൻ എക്സ് എന്ന് കൊടുത്തു, സ്മോളർ നമ്പറിനെ ഞാൻ വൈ എന്നും കൊടുത്തു. പറഞ്ഞേക്കുന്നത് എന്താണ്? 40% ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 60% ഓഫ് വൈക്ക് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് എക്സ് പ്ലസ് വൈ അല്ലെ? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 150 ആണെന്ന്. സോൾവ് ചെയ്യാവല്ലോ. 2 ഇക്വേഷൻ ഉണ്ട്. നോക്കിയേ, ഇത് കട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്യാമല്ലോ. പെർസെന്റേജ് അല്ലെ 2 സൈഡിൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എഴുതാം 4x = 6y. ഇനി 4നും 6നും കോമൺ വീണ്ടും ഉണ്ട്. ദാറ്റ് ഈസ് 2x = 3y അല്ലെ? അങ്ങനെയാണെങ്കിൽ എക്സും വൈയും തമ്മിൽ ഒരു റേഷ്യോ കിട്ടത്തില്ലേ? എന്താ x:y എന്ന് പറയുന്നത്? എക്സ് ഇവിടെ, ഈ y ഇങ്ങ് കൊണ്ടുവന്നാൽ 3, ഈ 2 ഇവിടെ വന്നു 3/2 അല്ലെ? അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എഴുതാം. ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ax = by ആണെങ്കിൽ x:y എന്താണ്? b:a. ഓക്കെ, ax = by ആണെങ്കിൽ, അതായത് എപ്പോഴും നമുക്ക് റേഷ്യോ കിട്ടിയാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, ax = by ആണെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? തൊട്ടടുത്ത് കിടക്കുന്ന വൈയുടെ കോഎഫിഷ്യന്റ് എഴുതുക. വൈയുടെ ആൻസർ ആയിട്ട് എന്താണ്? തൊട്ടടുത്ത് കിടക്കുന്ന എക്സിന്റെ ആൻസർ ആയിട്ട് എഴുതുക. തിരിച്ചു മറിച്ച് എഴുതുക. b:a. അപ്പൊ നമുക്ക് x:y 3:2 എന്ന് കിട്ടി. ദെൻ എന്താ പറഞ്ഞേക്കുന്നത്? സം തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ എക്സിന് നമുക്ക് 3x എന്ന് കൊടുക്കാം, വൈക്ക് നമുക്ക് 2x എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 3x + 2x എന്ന് പറഞ്ഞാൽ എന്താണ്? 150 ആണ്. സോ 5x എന്ന് പറയുന്നത് 150, x = 30 എന്ന് കിട്ടി. ഇനി ഇതിനകത്തെ വലിയ നമ്പർ ഏതാ? 3x ആണോ 2x ആണോ വലിയ നമ്പർ? 3x അല്ലെ? അപ്പൊ 3 × 30 90 വരും. ക്ലിയർ ആണോ? ഓപ്ഷൻ സി 90. മനസ്സിലായോ? പിന്നെ ഇത്രയും ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഓപ്ഷനിലേക്ക് അതോടെ ഞാൻ പറയാൻ നോക്കി. നമുക്ക് x:y എന്ന് പറഞ്ഞാൽ 3:2 എന്ന് കിട്ടി അല്ലെ? അതായത് വലിയ നമ്പറിന്റെയും ചെറിയ നമ്പറിന്റെയും റേഷ്യോ 3:2. ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നമ്പർ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് അതിന്റെ അർത്ഥം അല്ലെ? ഏത്? എക്സ്. വലിയ നമ്പർ എക്സ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ആ വലിയ നമ്പർ എക്സ് എന്തായാലും 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഇനി y എന്ന് പറഞ്ഞ നമ്പർ എന്തായാലും 2ന്റെ മൾട്ടിപ്പിൾ ആണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓപ്ഷനിൽ നമുക്ക് ഇത്രയും ചെയ്യാതെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതായത് ഞാൻ പറഞ്ഞു ഗ്രേറ്റർ നമ്പർ 3യുടെ മൾട്ടിപ്പിൾ. ഈ ഓപ്ഷനിൽ നിന്ന് 3യുടെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ആവുന്ന ഏത് നമ്പർ ആണെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ ആവും. ക്ലിയർ ആണോ? ഒരു നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുന്നത് എങ്ങനെയാ? ആ 2 അല്ലെങ്കിൽ ആ ഒരു നമ്പറിലെ ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്ത് കിട്ടുന്ന സമ്മ് 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും അല്ലെ? അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി അല്ലെ? നോക്കിയേ, 9 + 5 എന്താ? 14. 14 3 കൊണ്ട് പോകുമോ? ഇല്ല. അപ്പൊ ആ നമ്പർ അല്ല. 9 + 8 17 3 കൊണ്ട് പോകുമോ? ഇല്ല. സോ 98 അല്ല. ദെൻ 90 ഒക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് 3 കൊണ്ട് ഡിവിസിബിൾ ആണെന്നല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 90. ക്ലിയർ ആണോ? അപ്പം ഇത് ഈ ഒരു രീതിയിൽ ചെയ്തെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പറഞ്ഞതാണ്, മനസ്സിലാക്കുക. ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലും കൂടെ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. അത് പലയിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ?
ഇവിടെ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമുക്ക് റേഷ്യോ കിട്ടി. നമ്മൾ റേഷ്യോ കിട്ടി എക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ സോൾവ് ചെയ്തു അല്ലേ. 3x 2x എന്ന് കൊടുത്തു. അതിന്റെ സമ്മ് 150 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ചെയ്തു. എക്സ് കിട്ടി. ഗ്രേറ്റർ നമ്പർ, അതായത് രണ്ട് നമ്പർ നമുക്ക് ആൻസർ കിട്ടും. ചോദിച്ചേക്കുന്നത് ഗ്രേറ്റർ നമ്പർ ആണ്. സോ 3 × 30 90. ഓക്കെ, പറഞ്ഞത് ഇത്രേ ഉള്ളൂ. റേഷ്യോ വെച്ചിട്ട് നമുക്ക് പറയാം. റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കട്ട് ചെയ്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുന്നതാണ് അല്ലെ. അതായത് 3യുടെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഗ്രേറ്റർ നമ്പർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കി അല്ലെ. രണ്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തോണം. ഓക്കെ, ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ ഇവിടെ. സോ സി ആണ് ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മുടെ UGC നെറ്റിൽ ഡിസംബറിലേക്കുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളതിന് ജനറൽ പേപ്പർ, എക്കണോമിക്സ്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, CSIR ഫിസിക്സ് ഇതിനെല്ലാമുള്ള കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നല്ലതായിട്ട് സമയമുണ്ടല്ലേ. നിങ്ങളുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് എല്ലാം തന്നെ ഉൾപ്പെടുന്ന കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സമയം ഒട്ടും കളയരുത്. ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ന്യൂമറേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% and its denominator is decreased by 10%, the fraction becomes 16/21. Find the original fraction. എന്താണ്? ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിന് വന്ന ചേഞ്ച് ആണ് പറഞ്ഞത്. ന്യൂമറേറ്റർ 20% ഇൻക്രീസ് ചെയ്തു, ഡിനോമിനേറ്റർ 10% ഡിക്രീസ് ചെയ്തു എങ്കിൽ ഫ്രാക്ഷൻ 16/21 ആയെന്ന് അല്ലെ. എങ്ങനെ ചെയ്യാം? നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ നമ്മൾ അതായത് പെർസെന്റേജിലാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അത് തന്നെ ഉപയോഗിച്ച് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുന്നത് അല്ലെ. ഒന്ന് നോക്കിയേ, എക്സ് എന്ന് പറഞ്ഞ ഒരു നമ്പറിനെ 10% ഇൻക്രീസ് ചെയ്താൽ പുതിയ നമ്പറിന് നമുക്ക് എങ്ങനെ പറയാം? 110% ഓഫ് എക്സ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞു, ഇത് കോസ്റ്റ് പ്രൈസ് ആണ് അല്ലെ. കോസ്റ്റ് പ്രൈസ് 10% കൂടുതൽ നമ്മൾ 110% എന്ന് പറയുമെന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ ഇങ്ങനെ ആലോചിച്ചോളുക. 10% ഇൻക്രീസ് ആണെങ്കിൽ നമ്മുടെ ഒരു നമ്പർ എക്സ് ആണ്. 10% ഇൻക്രീസ് ചെയ്താൽ ന്യൂ നമ്പറിനെ നമുക്ക് എങ്ങനെ പറയാം? 110% ഓഫ് എക്സ്. ഇനി 20% ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 120% ഓഫ് എക്സ്. ക്ലിയർ ആണോ? ഇനി അതേപോലെ ഡിക്രീസ്, 10% ഡിക്രീസ് ആണെങ്കിൽ എങ്ങനെ പറയാം? 90% ഓഫ് എക്സ്. 25% ഡിക്രീസ് ആണെങ്കിൽ എങ്ങനെ പറയാം? 75% ഓഫ് എക്സ്. ഈ ഒരു കാര്യം പഠിച്ചു വെച്ചേക്ക്. ഇത് നമ്മുടെ പെർസെന്റേജിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും, അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിലും. നിങ്ങൾ ഇവിടെ പറയുന്നത് ശരി, നിങ്ങൾക്ക് എക്സ് പ്ലസ് 10% ഓഫ് എക്സ്, ഇതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ഇതിനെ നമ്മൾ ഒന്ന് ഇങ്ങനെ ഷോർട്ടാക്കി എഴുതുന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? ഒരു ഫ്രാക്ഷൻ അല്ലെ, ഞാൻ എക്സ് ബൈ വൈ ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എക്സ് ബൈ വൈ ഇതാണ് എൻ്റെ ഒറിജിനൽ ഫ്രാക്ഷൻ. ഇനി പുതിയ ഫ്രാക്ഷൻ എന്താ ചേഞ്ച് വന്നത്? ന്യൂമറേറ്റർ 20% ഇൻക്രീസ് ചെയ്തു. സോ 120% ഓഫ് എക്സ് ആയി. ക്ലിയർ അല്ലേ? 20% കൂടി. അപ്പോൾ 120% ഓഫ് എക്സ് ആണ് എൻ്റെ പുതിയ ന്യൂമറേറ്റർ. ഇനി ഡിനോമിനേറ്ററോ 10% ഡിക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് 90% ഓഫ് വൈ അല്ലെ. ഡിനോമിനേറ്റർ വൈ ആയിരുന്നു, അതിൽ നിന്ന് 90% കുറഞ്ഞു. ക്ലിയർ ആണോ? ഇതാണ് എൻ്റെ പുതിയ ഫ്രാക്ഷൻ. ഓക്കെ, നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയേ. ഇവിടെ പെർസെൻറ്റേജ് എല്ലാം കട്ട് ചെയ്തു. 0 കട്ട് ചെയ്തു. 12നെ 9 3 വെച്ച് കട്ട് ചെയ്താൽ എന്ത് വരും? 4x/3y. ക്ലിയർ ആണോ? അപ്പൊ എന്തായി നോക്ക്. ഇനി അതേപോലെ ന്യൂ ഫ്രാക്ഷൻ എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 16/21 അല്ലെ. 4x/3y എന്ന് പറയുന്നത് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? 16/21 ആണെന്ന് അല്ലെ. 16/21. സോൾവ് ചെയ്യാം. ഇനി കട്ട് ചെയ്തേ, 4ഉം ഇത് കട്ട് ചെയ്താൽ ഇവിടെ 4 ആയി, 3യും 21 കട്ട് ചെയ്താൽ 7 ആയി. ദാറ്റ് ഈസ് x/y ഈക്വൽ ടു എന്ത് വന്നു? 4/7 അല്ലെ. നമ്മുടെ പുതിയ ഫ്രാക്ഷൻ, നമ്മുടെ ഒറിജിനൽ ഫ്രാക്ഷൻ എത്രയാണ്? 4/7. അതല്ലേ ചോദിക്കുന്നത്? ഒറിജിനൽ ഫ്രാക്ഷൻ എത്ര എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി 4/7. അപ്പൊ ഈ ഒരു കാര്യം മറക്കരുത്. എക്സ് എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ട്, അതിന് 10% ഇൻക്രീസ് ആയാൽ നമ്മൾ പറയും എന്താണ്? 110% ഓഫ് എക്സ് അല്ലെ. 20% ഇൻക്രീസ് വന്നാൽ നമ്മൾ എന്ത് പറയും? 120% ഓഫ് എക്സ്. അതേപോലെ തന്നെ ഡിക്രീസ് ആണെങ്കിൽ 10% ഡിക്രീസ് ആണെങ്കിൽ 90% ഓഫ് എക്സ്. ഇവിടെയും
20% ഡിക്രീസ് ആണെങ്കിൽ 80% ഓഫ് എക്സ്. ഓക്കെ, ഇത് മറക്കരുത്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ ഇത് തന്നെ അപ്ലൈ ചെയ്യാം അല്ലേ. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100%, ദെൻ സെല്ലിംഗ് പ്രൈസിന്റെ പെർസെന്റേജ് എത്രയാണ്, ഗെയിൻ ആണോ ലോസ് ആണോ നോക്കിയിട്ട് നമ്മൾ പറയും അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കാം. ഓക്കെ ആണോ? പിന്നെ ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.